എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയ തലമുറയിൽ ഒരു വിഭാഗം വലിയ നിഷേധികളായിട്ടാണ് വളരുന്നത്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നവർ. അവർ എന്ത് അധർമ്മം പ്രവർത്തിക്കുവാനോ അവർക്ക് യാതൊരുവിധ മടിയും ഉണ്ടാവുകയില്ല. മാതാപിതാക്കളെ ആദരിക്കില്ല, അനുസരിക്കില്ല. അതുപോലെ ആചാര്യന്മാരെ ആദരിക്കില്ല. അവർ കുടുംബത്തോടും സമൂഹത്തോടും രാഷ്ട്രത്തോടും യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാത്തതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്ത് അധർമ്മം പ്രവർത്തിക്കുന്നതിനും അവർക്ക് യാതൊരുവിധ മടിയും ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തലമുറ ഇവിടെ ഉണ്ടായി? ഇത്തരം ആളുകളെ നമുക്ക് സമൂഹത്തിൽ എവിടെയും ഇന്ന് കാണുവാൻ സാധിക്കും. മഹത്തായ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു, ഷോഡശ സംസ്കാരം. ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ അനുഷ്ഠിക്കേണ്ട മഹത്തായ ആചാരങ്ങളെക്കുറിച്ചാണ് ഷോഡശ സംസ്കാരം പറയുന്നത്. ഭൗതികതയുടെ കുത്തിയൊഴുക്കിൽ നമുക്ക് മഹത്തായ പല സംസ്കാരങ്ങളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്തരം തലമുറ ഇവിടെ ഉണ്ടായതും. ഇന്ന് കാമാസക്തിയുടെ ഉൽപ്പന്നമാണ് സന്താനങ്ങൾ. എന്നാൽ കാമാസക്തിയുടെ ഉൽപ്പന്നമല്ല, ധർമാസക്തിയുടെയും സൽചിന്തകളുടെയും ഉൽപ്പന്നമാവണം സന്താനങ്ങൾ. ഇന്ന് മക്കൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ മക്കൾ ഉണ്ടാവുകയല്ല, മക്കളെ ഉണ്ടാക്കുകയാണ് വേണ്ടത്. സൽസന്താനങ്ങൾ ഉണ്ടാകുവാൻ ദമ്പതിമാർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ശാരീരികവും മാനസികവുമായ തലം സാത്വികമായ തലത്തിലേക്ക് ഉയരണം. അതിന് ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. സാത്വിക ഭക്ഷണം മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ. യഥാ അന്നസ്തഥാ മനഃ എന്നാണ്. എങ്ങനെയാണോ അന്നം, ആഹാരം, അതുപോലെ ഇരിക്കും മനസ്സും. അതുപോലെ കഴിച്ച ഭക്ഷണമാണ് 41ാമത്തെ ദിവസം രേതസ്സായി മാറുന്നത്. അതുകൊണ്ട് പോത്തിറച്ചിയും പന്നി ഇറച്ചിയും മദ്യവും ഒക്കെ കഴിച്ച് പുത്രോത്പാദനം നടത്തിയാൽ അതിലുണ്ടാകുന്ന കുട്ടികളുടെ മനോഭാവം ഏതു തരത്തിലായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ദമ്പതിമാർ സാത്വികമായ ഭക്ഷണം മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ. അതുപോലെ ഈശ്വര വിശ്വാസം ഉണ്ടാകണം. പുത്രോത്പാദനം നടത്തുന്നതിന് മുമ്പ് അതിനുവേണ്ടി ശാരീരികവും മാനസികവുമായി അവർ തയ്യാറെടുക്കണം, വ്രതം സ്വീകരിക്കണം. അതുപോലെ നല്ല മുഹൂർത്തത്തിൽ വേണം പുത്രോത്പാദനം നടത്തുവാൻ. പ്രാജാപത്യ മുഹൂർത്തം എന്ന ഒന്നുണ്ട്. അസ്തമയം കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞുള്ള സമയം. വർജ്യമല്ലാത്ത തിഥിയിൽ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ അനുഗ്രഹത്തോടുകൂടി സൽസന്താനങ്ങൾ ഉണ്ടാകണമെന്ന ഈശ്വര പ്രാർത്ഥനയോടുകൂടി പുത്രോത്പാദനം നടത്തിയാൽ നല്ല സന്താനങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശങ്കരാചാര്യരുടെ ജനനം. മാതാപിതാക്കളായ ആര്യാമ്പയും ശിവയോഗിയും ഏറെക്കാലം തൃശ്ശിവപേരൂർ മഹാദേവനെ ഭജിച്ചിരുന്നു. അവർ കാലത്ത് 5 മണിക്ക് ക്ഷേത്രത്തിലെത്തും. ഈശ്വര പ്രാർത്ഥനയും പൂജയും ഒക്കെ നടത്തി അവിടെ തന്നെ കഴിയും. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നൈവേദ്യ ചോറ് മാത്രമായിരുന്നു അവർ കഴിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ ഫലമായി മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് മഹാജ്ഞാനിയായ ശ്രീ ശങ്കരൻ അവർക്ക് പുത്രനായി ജനിച്ചു. ശ്രീ പരമേശ്വരൻ തന്നെയാണ് ശങ്കരനായി ജനിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു. പുത്രോത്പാദനം നടത്തുമ്പോഴുള്ള മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ദമ്പതിമാരുടെ മനോഭാവത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ അറിയണം. സത്യവതിയുടെ മക്കളായ വിചിത്രവീരനും ചിത്രാംഗതനും അകാലത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ പുത്രവധുക്കളിൽ സന്താനോൽപാദനം നടത്തുവാൻ വേണ്ടി വ്യാസനോട് സത്യവതി ആവശ്യപ്പെടുന്നു. അതിന് വ്യാസൻ പറഞ്ഞത്,
അവർ മാനസികമായി, ശാരീരികമായി, സാത്വികമായ തലത്തിലേക്ക് ഉയരുവാൻ ഒരു വർഷം വ്രതം സ്വീകരിക്കണമെന്ന്. എന്നാൽ മക്കളില്ലാത്തതിൻ്റെ പേരിൽ രാജ്യം അനാഥമാവുന്നതുകൊണ്ട് അത്രയും കാലതാമസം എടുക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവരിൽ എത്രയും വേഗം പുത്രോൽപാദനം നടത്തുവാൻ സത്യവതി വ്യാസനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വ്യാസൻ്റെ വൈരൂപ്യം കണ്ട് അംബിക കണ്ണടച്ച് കിടക്കുകയാണ് ചെയ്തത്. അതിലുണ്ടായ കുട്ടിയാണ് ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്രർ അന്ധനായിരുന്നു. അതേപോലെ വ്യാസൻ്റെ വൈരൂപ്യം കണ്ട് വിളറിപ്പോയി അംബാലിക. അതിലുണ്ടായ കുട്ടിയാണ് നിറമില്ലാതെ പാണ്ഡുവായി ജനിച്ചത്. എന്നാൽ വ്യാസൻ്റെ മഹത്വം അല്ലെങ്കിൽ വ്യാസ ഭഗവാനെ പൂർണ്ണ മനസ്സോടെ പൂജിച്ച് സ്വീകരിച്ച് ദാസി വ്യാസനിൽ നിന്ന് പുത്രോൽപാദനം നടത്തി. അതിലാണ് മഹാജ്ഞാനിയായ വിതുരർ ഉണ്ടായത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. പുത്രോൽപാദനം നടത്തുമ്പോഴുള്ള ദമ്പതിമാരുടെ മനോഭാവം ഏത് തരത്തിലായിരിക്കും, അതിനനുസരിച്ചാണ് ഉണ്ടാകുന്ന കുട്ടികൾ നല്ല ചിന്തകളോടുകൂടി സാത്വികമായ ഭക്ഷണം കഴിച്ച് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും എല്ലാം അനുഗ്രഹം വാങ്ങി നല്ല തിഥിയിൽ നല്ല മുഹൂർത്തത്തിൽ പുത്രോൽപാദനം നടത്തുവാൻ ദമ്പതിമാർ തയ്യാറായാൽ തീർച്ചയായും സമൂഹത്തിൽ സൽസന്താനങ്ങൾ, നല്ല തലമുറ ഉണ്ടാകും. എല്ലാവർക്കും നന്ദി.